അതുകൊണ്ട് കോൺഗ്രസ് നല്ല ട്രാക്കിലായി കഴിഞ്ഞു. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങളുടെ ലാൻഡിങ് പ്രോബ്ലം ഉണ്ടാകട്ടോ. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല. ലാൻഡിലെ ജെർത്ത് മാത്രമാണ്, ആ ഒരു ജെർക്കിങ്ങേ ഉള്ളൂ. ഇപ്പൊ റെഡിയായി, ഇപ്പൊ പറക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ലാൻഡിങ്ങും കഴിഞ്ഞപ്പോൾ ടേക്ക് ഓഫിന്റെ ഒരു സ്റ്റേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്ക ഒരു വശത്ത്. BJP സർക്കാരുകളുടെ ബുൾഡോസർ രാജുകളെ ഇനി എങ്ങനെ വിമർശിക്കുമെന്നത് മറ്റൊരു പ്രശ്നം. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ പുതിയ പ്രതിസന്ധിയാണ് യലഹങ്കയിലെ ഫക്കീർ കോളനി പൊളിക്കലുണ്ടാക്കിയത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എവിടെ പോകണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന 1000-ലധികം പേർ. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇരമ്പിച്ചെത്തിയപ്പോഴാണ് ഒഴിപ്പിക്കൽ വിവരം അറിഞ്ഞതെന്നാണ് എല്ലാവരും പറയുന്നത്. ಮನೇಲಿ ಏನ್ ಸಾಮಾನು ಏನಿಲ್ಲ ಸರ್, ಸಿಲಿಂಡರ್ ಮಾತ್ರ ಎತ್ಕೊಂಡಿದೀವಿ. ಮತ್ತೆ ಅದು ಚಿಕ್ಕ ಮಕ್ಕ ಮಕ್ಕಳು ಮಲ್ಕೊಂಡೇ ಇದ್ವಿ, ಎತ್ಕೊಂಡು ಎಲ್ಲ ಸಾಮಾನು ಅರ್ಧ ಬರ್ಧ ಒಡೆದೋಗಿದೆ. ಎಲ್ಲ ಎತ್ಕೊಂಡು ಮಕ್ಕಳ ಆಚೆನೆ ಚಳಿಯಲ್ಲಿ ಇದ್ರಲ್ಲಿ ಇರ್ತಾರೆ. ಮಕ್ಕಳಿಗೆ ಗಾಯಗಳು, ಆಣಿಗಳು ಚುಚ್ಚಿ ದಪ್ಪ ಆಗ್ತೈತೆ, ಮಕ ಎಲ್ಲ ಇದಾಗ್ತೈತೆ ಮಕ್ಕಳದು. ಯಾರು ಬಂದಿರ ಗೌರ್ಮೆಂಟ್ ಮೇಲೆ ಅವರು ಸಂಗಮ ಇದ್ದಾರೆ. ಅವ್ರು ಬೆಳಗ್ಗೆನೆ ತಿಂಡಿ ಮಕ್ಕಳಿಗೆ ತಿಂಡಿ ಹಾಕ್ತಾ ಇದಾರೆ. ಮತ್ತೆ ಮಧ್ಯಾಹ್ನ ನಾವೇ ಅಡಿಗೆ ಮಾಡ್ತೀವಿ, ನಾವೇ ತಿಂತಿದೀವಿ. ಆಚೆಯಿಂದ ಎಲ್ಲರೂ ಸೌದಾಕತಿಗೆ ಆಗತಿ ರಾಷನ್ ತಗೊಂಡ್ ಬಂದು ಕೊಡ್ತಾ ಇದಾರೆ. റവന്യൂ ഉദ്യോഗസ്ഥരെത്തുന്നതുവരെ കൊടും തണുപ്പിൽ ടാർപോളിൻ ഷീറ്റുകൾക്കുള്ളിൽ കഴിയാനാണ് തീരുമാനം. എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും കഴിഞ്ഞ 9 ദിവസമായി 1000-ലധികം മനുഷ്യർ ഈ കാണുന്ന മാലിന്യങ്ങൾക്കിടയിലാണ് കടുത്ത തണുപ്പിലും കഴിഞ്ഞുകൂടുന്നത്. കുടിയിറക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ ഒന്നും തന്നെ ഇവിടെ